അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹയാന ക്രാഫ്റ്റ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ഷേപ്സിൽ വരുന്ന റിംഗ് ആൽബത്തിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ 4 ഷേപ്പിലുള്ള റിംഗ് ആൽബം ചെയ്തിട്ടുണ്ട്. ഒന്ന് പോളറോയിഡ്, നമ്മൾ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളത്, പിന്നെ ഒന്ന് ഹെക്സഗണ്, പിന്നെ ഒന്ന് റൗണ്ട്, ദെൻ നമ്മൾ ഒരു ആർച്ച് പോലത്തെ ഒരു ഷേപ്പ്, അങ്ങനെ 4 ഷേപ്പിലുള്ളത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഇതിൽ പോയിട്ട് A3 ഡോക്യുമെൻ്റ് എടുക്കുക. സെർച്ചിൽ പോയിട്ട് A3 ഡോക്യുമെൻ്റ് എടുക്കുക. അതിൽ നമ്മൾ എലമെൻസിൽ കയറിയിട്ട് പോളറോയിഡ് ഫ്രെയിംസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ നമുക്ക് നല്ല നല്ല ഫ്രെയിംസുകൾ കിട്ടും. നമുക്ക് ഇഷ്ടമുള്ളവരെണ്ണം സെലക്ട് ചെയ്യാം. പിന്നെ നമ്മൾ റീസെൻ്റ്ലി എടുത്ത സാധനങ്ങൾ അതിൽ താഴെ തന്നെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരെണ്ണം സെലക്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഓരോന്ന് എത്ര എണ്ണം വെക്കാൻ പറ്റുന്നുള്ളത് നമ്മൾ നോക്കണം. ഫസ്റ്റ് തന്നെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു വൈറ്റ് പോർഷൻ നമുക്ക് അളവ് ഏകദേശം അറിയാൻ വേണ്ടിയിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തത്. ഇനി നമുക്കത് കുറച്ചൊന്ന് നീക്കി വെക്കാൻ നഡ്ജ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നോക്കിയിട്ട് നമ്മൾ നീക്കി കൊടുത്താൽ മതി. അപ്പം ഞാൻ റൈറ്റ് സൈഡിലോട്ട് 4 എണ്ണമാണ് വെക്കുന്നത്, താഴത്തോട്ടും 4 എണ്ണം. ഓക്കെ, അങ്ങനെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സൈസ് അനുസരിച്ച് ഏകദേശം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്, കാരണം നമുക്ക് വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വലുതാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് 4 എണ്ണം സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഡ്രാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ നഡ്ജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുന്നത്. കാരണം ഡ്രാഗ് ചെയ്യുമ്പോൾ എല്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ സൈസ് വലുതായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നഡ്ജ് ചെയ്യുമ്പോൾ ആ പ്രോബ്ലം ഇല്ല. ഇനി നമുക്ക് ഓരോന്നും സെലക്ട് ചെയ്യാം. അതായത് അതിൻ്റെ റൈറ്റിൽ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ട്. അത് എടുത്തതിന് ശേഷം കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 എണ്ണം ഇങ്ങനെ താഴത്തേക്ക് നേരെ വെക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് 4 കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒന്ന് നഡ്ജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അതിൻ്റെ അളവ് ഒന്ന് എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് മേലോട്ട് കയറ്റി വെക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യണം. അപ്പോൾ സെയിം അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ വേറെ കളർ ഇടുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഇത് മനസ്സിലാവുള്ളൂ, എന്തോരം നമുക്ക് കട്ട് ചെയ്യാനുണ്ട് എന്നൊക്കെ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കണ്ട ബാക്ക്ഗ്രൗണ്ട് മാറ്റി കൊടുക്കുമ്പോൾ നമുക്കത് കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇനി നമ്മൾ നെക്സ്റ്റ് നമുക്ക് ഗാലറിയിൽ നിന്ന് നമുക്ക് ഓരോ ഫോട്ടോസ് സെലക്ട് ചെയ്യാം. അപ്പോൾ അപ്ലോഡ് ഫയൽ എടുക്കുക. അപ്ലോഡ്സിൽ പോയിട്ട് നമുക്ക് നമ്മളെ ഗാലറിയിൽ എവിടെയാണോ ഫോട്ടോസ് എടുക്കുന്നത് ആ ഫോട്ടോസ് നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഓരോ ഫോട്ടോസും നമ്മൾക്ക് ഇതിലേക്ക് ഓരോ ഫ്രെയിമും സെലക്ട് ചെയ്തിട്ട് അതിൽ റീപ്ലേസ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ഫോട്ടോസാണോ അപ്ലോഡ് ചെയ്യേണ്ടത് ആ ഫോട്ടോസ് നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഇതുപോലെ അപ്ലോഡായി വന്നിട്ട് അത് സെറ്റായി വരും. ഓക്കെ, അപ്പോൾ എല്ലാ ഫോട്ടോസും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യാം. ഞാൻ എപ്പോഴും പറയണ പോലെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഫോട്ടോസ് ഒരു ഫോൾഡറിലേക്ക് എടുത്തിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിത് അപ്ലോഡ് ചെയ്യാൻ സുഖമായിരിക്കും. ഇതിലേക്ക് ഗാലറിയിൽ നിന്ന് നേരിട്ടായാലും നമുക്ക് എടുത്തിടാം, പക്ഷെ അപ്ലോഡ് വഴി കയറ്റുമ്പോൾ നല്ല ക്ലാരിറ്റി കുറച്ചും കൂടെ കൂടുതലുണ്ടാവും. ഓക്കെ, അപ്പം ഞാൻ ഇതിൽ എല്ലാ ഫോട്ടോസും വെച്ച് കാണിക്കണല്ലോ കേട്ടോ, ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. ക്രോപ്പ് ചെയ്യേണ്ടതൊക്കെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് ക്രോപ്പ് ചെയ്തും കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് സൈസ് കുറച്ചും കൂടെ കൂട്ടണം അങ്ങനെയൊക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്രോപ്പ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ സൂം ചെയ്യണമെങ്കിലോ ഇതുപോലെ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ നമുക്ക് സേവ് ചെയ്യാനൊക്കെ നമുക്ക് അറിയാലോ. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ മേലെ റൈറ്റിൽ മേലോട്ടുള്ള ആരോ ക്ലിക്ക് ചെയ്തിട്ട് PDF പ്രിന്റ് ബെസ്റ്റ് ഫോർ പ്രിന്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക, ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ റേഞ്ചിൻ്റെ ഒക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ നെറ്റിൻ്റെ ഒക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഡൗൺലോഡായി കിട്ടില്ല, ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുള്ളൂ. അപ്പോൾ വൈഫൈയും അല്ലെങ്കിൽ നെറ്റൊക്കെ ആണെങ്കിൽ നല്ല നെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പെട്ടെന്ന് ഡൗൺലോഡായി കിട്ടുള്ളൂ കേട്ടോ. ഇനി ഗാലറിക്ക് കയറണമെന്നുണ്ടെങ്കിൽ തൊട്ടിപ്പുറത്തുള്ള ഡൗൺലോഡ് ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗാലറിക്ക് അത് സേവ് ആയി വരും. നമ്മൾ ഗാലറി ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഗാലറിയിൽ അത് സേവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഒന്നും കൂടെ ഞാൻ ക്യാൻവ എടുക്കുന്നുണ്ട്. ക്യാൻവ ഓപ്പൺ ചെയ്തിട്ട് അപ്പോൾ ഇത് നമ്മൾ പോളറോയിഡ്, അതായത് റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളതാണ് കാണിച്ചത് കേട്ടോ. അപ്പോൾ അത് ആ പേജ് ഞാൻ ഒന്ന് കളഞ്ഞിട്ട് പിന്നെയും ഒരു A3 തന്നെ എടുക്കുകയാണ്. A3 എടുത്തിട്ട് നമുക്ക് ക്രിയേറ്റ് ബ്ലാങ്ക് പേജ് എടുക്കാം. ക്രിയേറ്റ് ബ്ലാങ്ക് പേജ് എടുത്തിട്ട് വീണ്ടും എലമെന്റ്സിൽ പോവാം. എലമെന്റ്സിൽ പോയിട്ട് നമുക്ക് അടുത്ത ഷേപ്പ്, അതായത് ഫ്രെയിംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല ഷേപ്പിലുള്ള ഫ്രെയിംസ് കാണാം. അപ്പോൾ സർക്കിൾ ആണെങ്കിൽ സർക്കിൾ എടുക്കാം. അത് നമുക്ക് സർക്കിൾ ആവുമ്പോൾ നമുക്ക് 3 എണ്ണ സൈഡിലേക്കും താഴേക്ക് 4 എണ്ണൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ കൂടുതലും പോളറോയിഡ്സിൽ തന്നെയാണ് കൂടുതൽ പോവുക കേട്ടോ. എന്നാൽ ഞാൻ സർക്കിളും
നല്ല രസമുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ ഫോട്ടോസും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നെന്താ, അത് അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു സംഭവം, അടുത്ത ഫ്രെയിം ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത ഫ്രെയിം ആണെങ്കിൽ നമുക്ക് എന്താണ് ആർച്ച് പോലത്തെ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ആർച്ച് പോലത്തെ ഒരു ഫ്രെയിം എടുക്കുകയാണ്. അപ്പോൾ ഇതിലും നമുക്ക് സൈഡിലേക്ക് 3 തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആർച്ച് എനിക്ക് ചെയ്തു വന്നപ്പോൾ വലിയൊരു ഭംഗി തോന്നിയില്ല കേട്ടോ. കൂടുതൽ എനിക്ക് ഇഷ്ടമായത് പോളറോയിഡിൻ്റെതും പിന്നെ റൗണ്ട് ഷേപ്പിലുള്ളതാണ്. ഇത് വലിയൊരു ഇത് തോന്നിയില്ല. പിന്നെ എനിക്ക് തോന്നി അതും ഞാൻ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഹെക്സഗൺ. ഓക്കെ, ഈ ഷേപ്പും സംഭവം കുഴപ്പമുണ്ടായില്ല കേട്ടോ, ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ പലതരത്തിലുള്ള ഷേപ്പുകളുണ്ട് കേട്ടോ. ഫ്രെയിംസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറേ ഷേപ്പുകൾ കാണാം കണ്ടോ. ഇതുപോലെ ഓവൽ ഷേപ്പിലുള്ളത് അങ്ങനെ ഉണ്ട്. പിന്നെ അതുപോലെ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോഴായാലും അതിൻ്റെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് മാറ്റി കൊടുക്കുക കേട്ടോ. കാരണം അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അതിന് പകരം എപ്പോഴും വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും കളർ ബാക്ക്ഗ്രൗണ്ട് ആക്കി മാറ്റിയതിന് ശേഷം ഈ ഫ്രെയിംസ് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 3 ഷേപ്പിലുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. ഇനി നമുക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ള പേപ്പേഴ്സ് ആണ്. അപ്പോൾ ഞാൻ ഇത് നമ്മൾ ആർച്ച് ഷേപ്പിലുള്ളത്, പിന്നെ പോളറോയിഡ്, പിന്നെ ഹെക്സഗൺ, പിന്നെ റൗണ്ട് ഷേപ്പ്. അപ്പോൾ ഈ റൗണ്ട് ഷേപ്പിലുള്ളതിൽ മാത്രമാണ് ഞാൻ ഇതൊന്ന് എഡിറ്റ് ചെയ്തപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് മര്യാദക്ക് എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഞാൻ വൈറ്റിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പക്ഷെ കട്ട് ചെയ്യാൻ എളുപ്പമൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പോളറോയിഡിൽ മാത്രം നമുക്ക് 4 സൈഡിലേക്കും 4 താഴത്തോട്ടും വന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ 3 വെച്ചാൽ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ റൗണ്ട് ഷേപ്പിൽ പിന്നെ ഫോട്ടോസ് സെലക്ട് ചെയ്യുമ്പോഴത്തെ ഇതെന്താണെന്ന് വെച്ചാൽ സൂമിംഗ് ഉള്ള ഫോട്ടോസ് മാക്സിമം എടുക്കാതിരിക്കാൻ നോക്കുക. കാരണം നമ്മൾ സൂം ചെയ്തിട്ടുള്ള ഫോട്ടോസ്, ഫേസ് മാത്രമുള്ള ഫോട്ടോസ് ആണെങ്കിൽ നമ്മൾ പിൻ ചെയ്യുമ്പോഴൊക്കെ പാടാണ്. നമ്മൾ ഇത് വെച്ച് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഹോൾ ഇടുമ്പോൾ നെറ്റിമ കൂടെ ഒക്കെ ആയിരിക്കും ഹോൾ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഫോട്ടോസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഓരോ ഫോട്ടോസും കട്ട് ചെയ്തെടുക്കുക. കണ്ട ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. പിന്നെ കട്ടർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വേഗം തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റൂട്ടാ. മറ്റ് റൗണ്ട് ഷേപ്പ് ഒന്നും പറ്റില്ല. ഇങ്ങനത്തതൊക്കെ അത്യാവശ്യം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല സൈസിലാണ് വന്നിട്ടുള്ളത്. നല്ല ക്ലാരിറ്റിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതേ കട്ട് ചെയ്തെടുത്ത ഫോട്ടോസാണ്. കണ്ടോ, നല്ല ക്ലാരിറ്റി ഉണ്ട്. നല്ല നമുക്ക് കൂടുതലും ഇതിനോടാണ് എനിക്ക് റിംഗ് ആൽബത്തിൽ ഇഷ്ടം തോന്നിയിട്ടാ, ആ ഒരു ഇത്. ഇനി നമുക്ക് അടുത്തത് ഹെക്സഗണ്ടത്. അത് കുറച്ച് ചെറുതായി പോയി എന്നുള്ളത് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. പക്ഷെ സംഭവം ഭംഗിയുണ്ട്. ഒരു ബാക്കിയുള്ള ഇതിനപേക്ഷിച്ച് കുറച്ച് ചെറുതായിരുന്നു. റൗണ്ട് ഷേപ്പാണ് പിന്നെ എനിക്കിഷ്ടപ്പെട്ടത്. റൗണ്ട് ഷേപ്പും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ആർച്ച് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ താഴോട്ട് ആ ഒരു സംഭവം കുറച്ചും കൂടെ താഴോട്ട് ലെങ്ത് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു പരത്തി വെച്ച പോലെ എനിക്ക് തോന്നിയിട്ടാ. ഓക്കെ, ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സംഭവമാണ് ഈ റിങ്. അപ്പോൾ ഈ റിങ് നമ്മൾ ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ കിട്ടും. റിങ് ബുക്കിനുള്ള റിങ് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഇത് കുറച്ച് പാടാണ് കേട്ടോ, ഇതിങ്ങനെ ഇതാക്കി കിട്ടാനായിട്ട്. ചിലത് നല്ല ടൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ സംഭവങ്ങളാണ് നമ്മൾ ഇനി ഇതിലേക്ക് ഇടാൻ പോണത്. അപ്പോൾ നമുക്ക് ഇനി ഫസ്റ്റ് തന്നെ ഇത് പഞ്ച് ചെയ്യണം. പഞ്ച് ചെയ്യാൻ പഞ്ച് കട്ടർ ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഓരോ എവിടെയാണോ നമുക്ക് കറക്റ്റ് ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ സൂം ചെയ്ത ഫോട്ടോസ് ആകുമ്പോൾ നമ്മൾ ഇവരെ കണ്ട ഈ തലേമക്കൂടെ നെറ്റിമക്കൂടെ ഒക്കെ ഹോളറിൻ്റെ വരും. പക്ഷെ അത് ഭംഗിയുണ്ട്, സംഭവം രസമുണ്ടായിരുന്നു. എന്നാലും ഞാൻ പറഞ്ഞതാണ്, അങ്ങനെയുള്ള ഫോട്ടോസ് വേണ്ടാന്ന് വെക്കേണ്ടവർക്ക് വേണ്ടാന്ന് വെക്കാം, അല്ലാത്തവർ ഓക്കെ. ഇതിപ്പോൾ ചെയ്തു വന്നപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. കണ്ട, ഇത് അത്യാവശ്യം നമ്മൾ ബാക്കിൽ സൂം ചെയ്തെടുക്കാത്ത ഫോട്ടോസാണ്. ഫേസ് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് ആകുമ്പോഴാണ് അങ്ങനത്തെ പ്രശ്നം വരിക കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ അത് പഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരെണ്ണം പഞ്ച് ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ താഴത്തേക്ക് ഓരോന്ന് വെച്ചതിന് ശേഷം നമ്മൾ പഞ്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് നല്ലത്. പിന്നെ ഒരു മാക്സിമം ഒരു 3-4 ഒന്നിച്ച് വെച്ച് പഞ്ച് ചെയ്യുക കേട്ടോ. അങ്ങനെ ആകുമ്പോഴും നമുക്ക് അളവ് കറക്റ്റായിട്ട് കിട്ടും. ഓരോന്ന് വെച്ച് പഞ്ച് ചെയ്യാൻ നിൽക്കണ്ട, ഒരു 3-4 അടുപ്പിച്ച് നമുക്ക് പഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും.
അങ്ങനെ നമ്മൾ ഓരോന്നോരോന്ന് പഞ്ച് ചെയ്തെടുക്കുക. ഇതും അതുപോലെ തന്നെ ഞാൻ ഒരു 5 എണ്ണം ഒരുമിച്ച് വെച്ചിട്ട് പഞ്ച് ചെയ്യണം കേട്ടോ. കട്ടി അനുസരിച്ച് നിങ്ങൾ എന്താണ് ഇത് നോക്കുമ്പോൾ നമുക്ക് അത് വെക്കുമ്പോൾ അറിയാമല്ലോ എത്രത്തോളം കട്ടിയിൽ ഇത് പോകും എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ സെറ്റ് ചെയ്ത് പ്രിൻ്റ് എടുക്കുക, അല്ല കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി ആ റിങ് പൊട്ടിച്ചിട്ട് നമ്മളിതിലേക്ക് ആക്കി കൊടുക്കുക, അടച്ചു വെക്കുക. സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ റിംഗ് ആൽബം വരുന്നത്. ഇത് ഒരു പിന്നെ ഫോട്ടോസ്, റിംഗ് ആൽബത്തിനൊക്കെ ഫോട്ടോസ് കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ മേടിക്കുമ്പോൾ നല്ല ഫോട്ടോസ് നോക്കി അയക്കാൻ പറയാം. അതായത് ഈ സ്ക്രീൻഷോട്ട് ഉള്ളതൊന്നും പറ്റില്ല. പിന്നെ ഇതിൻ്റെ അടിയിൽ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതൊക്കെ ചെയ്യാം കേട്ടോ. ഓരോ ഫോട്ടോക്ക് ഓരോ പ്രത്യേകതകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നമുക്ക് മെമ്മറീസ് ആയിട്ട് അവർക്ക് തന്നെ എഴുതാം, കസ്റ്റമറിന് തന്നെ എഴുതാം. അവർ നമ്മളടുത്ത് പറയണമെങ്കിൽ നമുക്ക് അതിൽ എഴുതാം. ഇതും ഹെക്സഗൺ അല്ല, ഈ ആർച്ച് ഷേപ്പിൻ്റെതും നമ്മൾ റിങ് ഇട്ടു. അല്ലാതെ നമ്മൾ റിങ് ഇട്ടപ്പോൾ റൗണ്ട് ഷേപ്പും കണ്ട രസൻ്റെ സംഭവം. അപ്പോൾ ഇതാണ് 4 ഷേപ്പിൽ വരുന്ന റിംഗ് ആൽബംസ്. ഇനി ഓരോരുത്തർ ഇഷ്ടാനുസരിച്ച് അത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് 150 to 150-150 നമുക്ക് ഇത് സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കമൻറ്റ് ബോക്സിൽ. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അസ്സലാമു അലൈക്കും.